നമസ്കാരം. വരാപ്പുഴ രൂപതയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ കേരളവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആളുകളുടെ മനസ്സിൽ ഏറെ ആശങ്കയുണർത്തുന്ന അല്ലെങ്കിൽ ഭയത്തോടെ നോക്കിക്കാണുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയാൽ തീർച്ചയായും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാകാവുന്ന ഒന്നാണ് എങ്കിൽ പോലും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും ആശങ്കകളുമാണ് ഉള്ളത്. ക്യാൻസറും ചികിത്സാ രീതികളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എറണാകുളം ലൂർദ് ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ടും സർജറി വിഭാഗം മേധാവിയും ഓൺകോ സർജനുമായ ഡോക്ടർ സന്തോഷ് ജോൺ എബ്രഹാം ആണ്. നമസ്കാരം സർ, വെൽക്കം ടു ദ ഷോ. സർ, നമ്മളിപ്പോ സൂചിപ്പിച്ചതുപോലെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ഭയമാണ് എല്ലാവരുടെയും മനസ്സിൽ. അത് ഒരു പക്ഷേ ശരിയായ അവബോധമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന തെറ്റായ വാർത്തകൾക്ക് പിന്നാലെ പോകുന്നത് കൊണ്ടോ ആവാം. ശരിക്കും എന്താണ് ക്യാൻസർ? ക്യാൻസറിനെ നമ്മൾ ഇത്രയേറെ ഭയക്കേണ്ടതുണ്ടോ? താങ്ക് യു വെരി മച്ച് ഫോർ ദ ക്വസ്റ്റ്യൻ. ഇത് ക്യാൻസറിന്റെ പേടിയെ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് എന്താണ് ക്യാൻസർ എന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അതായത് ഒരു സ്ത്രീയുടെ അണ്ടവും ഒരു പുരുഷന്റെ ബീജവും കൂടി ചേർന്ന് ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് ജീവൻ തുടിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ഉണ്ടാകുന്ന ഒരു കോശം 9 മാസം എടുത്ത് ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന അവസ്ഥ ഇത് കുഞ്ഞിന്റെ പരുവത്തിലായി. അപ്പൊ ഈ ഒരു സെല്ല് 2 സെല്ലായി, 2 സെല്ല് 4 സെല്ലായി, 4 സെല്ല് 8ആയി. അങ്ങനെയാണ് ഈ സെല്ല് മറിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് ഈ സെല്ലുകൾക്ക് ഡിഫറൻസിയേഷൻ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സെല്ല് ഹാർട്ട് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കും, ചിലത് കിഡ്നി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കും, ചിലർ മസിൽ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കും. പക്ഷെ ഇതൊന്നും തന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അനിയന്ത്രമായിട്ട് ഗ്രോ ചെയ്യത്തില്ല. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു ഹാർട്ട് അതിന്റെ ഒരു ഷേപ്പിലെത്തി കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് വലുതാവും. ഈ കുഞ്ഞ് നിങ്ങൾ വെളിയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതങ്ങ് ഒരു പർവ്വതം പോലെ അനിയന്ത്രമായിട്ട് വളർന്നു പോകത്തില്ല. അതെല്ലാം തന്നെയും അതിന്റെ വളർച്ച ഒരു കാലഘട്ടത്തിന് ശേഷം അത് നിൽക്കും. ഇത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ വളർച്ച നിൽക്കുന്നത്. ഒന്ന്, ആ വളർച്ച ഉണ്ടാകാനുള്ള ഇൻപുട്സ് അല്ലെങ്കിൽ സംഖ്യകൾ വരുന്നതിന്റെ അളവ് കുറയും. 2, സെല്ല് തമ്മിലുള്ള കോണ്ടാക്ട് കൊണ്ട് സെല്ലിന്റെ വളർച്ച ഇൻഹിബിറ്റ് ചെയ്യപ്പെടും. അപ്പം ഈ 2 കാരണങ്ങളാൽ നമുക്കൊരു ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമ്മുടെ കോശങ്ങൾ വളരുകയുള്ളൂ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന സെല്ല്, ഇപ്പൊ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ തൊലിയുടെ പുറത്തുണ്ടാകുന്ന സെല്ലുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഷെഡ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനനുപാതികമായിട്ട് സെല്ലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ക്യാൻസർ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഈ പറയുന്ന സെല്ലിന് ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യം മാറി അനിയന്ത്രിതമായിട്ട് വിതൗട്ട് കൺട്രോൾ സെല്ല് മൾട്ടിപ്ലൈ ചെയ്തു പോകുന്ന ഒരു അവസ്ഥയാണ് ക്യാൻസർ. ഇതൊരു നമുക്ക് മനസ്സിലാകാൻ പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പം അനിയന്ത്രിതമായിട്ടുണ്ടാകുന്ന കോശങ്ങളുടെ വളർച്ചയ്ക്കാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. അത് ശരീരത്തിൽ എവിടെ വേണമെന്നാലും വരാം, തൊലിപ്പുറത്ത് വരാം, ലങ്സിനകത്ത് വരാം, വായ്ക്കകത്ത് വരാം. എന്താണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അനിയന്ത്രിതമായിട്ടുണ്ടാകുന്ന കോശങ്ങളുടെ വളർച്ചയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ക്യാൻസർ വളരുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്കറിയാം അത് ഇനീഷ്യലായിട്ട് കുറച്ച് സെല്ലുകൾ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എടുത്തു കളയാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അതിനെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ വേണ്ടി പറ്റും. എന്നാൽ അത് ഒരുപാട് വളർന്നു വരികയാണെങ്കിൽ ഇതിന്റെ ഒരു പ്രോബ്ലം അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പടർന്നു പോകും. അപ്പം ബേസിക് ആയിട്ട് നമ്മളൊരു ക്യാൻസറിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ 3 പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഒരു ക്യാൻസറിന്റെ പ്രോഗ്നോസിസ് അല്ലെങ്കിൽ ഒരു ക്യാൻസറിന്റെ ഔട്ട്ലുക്കിനെ ബാധിക്കുന്നത്. ഒന്ന്, ലോക്കൽ ടിഷ്യൂ ഗ്രോത്ത്. അതായത് നമുക്ക് മാറിനകത്തൊരു എക്സാമ്പിൾ ഞാൻ പറയുക, മാറിനകത്തൊരു മുഴയുണ്ട്, ആ മുഴ മാത്രമുള്ള ഒരവസ്ഥ, അതാണ് ലോക്കലായിട്ടുള്ള അവസ്ഥ. ഇത് കഴിഞ്ഞതിന് ശേഷം മാറിൽ നിന്ന് വളരുന്ന ഈ ക്യാൻസർ കോശങ്ങൾ പ്രഡിക്റ്റബിൾ ആയിട്ട് നമ്മുടെ കക്ഷത്തിലേക്ക് മാറും. അതായത് ലിംഫ് നോഡിലാർ ലോക്കൽ റീജിയണൽ ലിംഫ് നോഡ്സ് എന്ന് പറയും. റീജിയണൽ ലിംഫ് നോഡ്സ് അത് മാറിലാണെങ്കിൽ കക്ഷത്തിലാണ്, തൈറോയിഡിലാണെങ്കിൽ കഴുത്തിലാണ്, ഹെഡ് ആൻഡ് നെക്കിലാണെങ്കിൽ കഴുത്തിലാണ്, കാലിലാണെങ്കിൽ ഗ്രോയിനിലാണ്. അവിടങ്ങളിലൊക്കെ നമുക്ക് ഈ റീജിയണൽ ലിംഫ് നോഡ്സ് വരും. ഈ റീജിയണൽ ലിംഫ് നോഡ്സ് ആണ് ദ സെക്കൻഡ് ഡിറ്റർമിനന്റ് ഫാക്ടർ.
3, ഇതിനെയും കടന്ന് ഇത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പടരും. മെറ്റാസ്റ്റാറ്റിക് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിൽ നിന്ന് കരളിൽ വരിക, അല്ലെ ലങ്സിൽ വരിക, ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബ്ലഡ് സ്ട്രീം വഴി സ്പ്രെഡ് ചെയ്യുക. സോ ഈ 3 ഘടകങ്ങളും ഒരു ക്യാൻസറിന്റെ ഔട്ട്ലുക്കിനെ ബാധിക്കും. അതായത് നിങ്ങൾക്കൊരു ലോക്കലായിട്ട് മാത്രമുള്ള ഒരു ട്യൂമർ ആണെങ്കിൽ അതിനെ നിങ്ങൾക്ക് പലപ്പോഴും അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം റീജിയണലായിട്ടുള്ള സാധനത്തിന്റെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട്, പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അത് ലോക്കലിൽ നിന്ന് പടർന്നു വന്നിട്ടുള്ളത് കൊണ്ട് അതിന്റെ ഔട്ട്ലുക്ക് റീജിയനിൽ വന്നു കഴിയുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കും. ഇതിന് പുറമെ നിങ്ങൾക്കിത് വേറെ വല്ല സ്ഥലത്തുവാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും വ്യത്യാസമായിരിക്കും. സോ ഇതിനെ ബേസ് ചെയ്താണ് ഒരു ക്യാൻസറിന്റെ ഔട്ട്ലുക്ക് നിങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഇത് പോയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ട്. സർ, നമുക്ക് തിരികെ വരാം. ഒരു കോൾ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൂർദിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ, ആരാണ്? ഹലോ സർ, ഒരല്പം ഉറക്കെ പറയാമോ? ഓക്കെ ഓക്കെ കേൾക്കാം, പറഞ്ഞോളൂ, ഇച്ചിരി ഉറക്കെ പറഞ്ഞോളൂ. ഞാൻ പൊതുവേ എന്റെ ഫ്രണ്ട്സും ചാർക്കോൾ ഫുഡും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാനത്ത് അതിൽ കരിയെണ്ണ വരാനത്ത് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചപ്പാത്തിയുടെ കരിഞ്ഞ വെച്ചൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണെന്നൊക്കെ ഒരു പൊതുവെയുള്ള ഒരു അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അതിന്റെ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ? ക്യാൻസർ സാധ്യതയുണ്ടോ ഡോക്ടർ? ഞാനിത് അഡ്രസ് ചെയ്യാം. കുറച്ചുകൂടെ കഴിയുന്ന സമയത്തേക്ക് ഞാൻ ഈ ഫുഡിന്റെ കാര്യങ്ങളെ, ഫുഡ് എന്തുകൊണ്ട് വരുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യം ഞാൻ അഡ്രസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് ഈ കരിഞ്ഞ ഫുഡ് മാത്രമല്ല, ബാക്കിയുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസിനെ പറ്റി നമ്മുടെ മനസ്സിൽ ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. ഞാൻ ആ ഒരു സ്റ്റേജിൽ തൊട്ട് എത്തിക്കഴിയുന്ന സമയത്തേക്ക് സംശയങ്ങളുണ്ടെങ്കിൽ വീണ്ടും അതിനെപ്പറ്റി വിളിക്കാം. തൽക്കാലത്തേക്ക് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, എന്താണ് ഇതിന്റെ പല ഭാഗങ്ങളും എന്നുള്ളത്. അപ്പോ നമ്മള് ഓക്കെ തീർച്ചയായിട്ടും പറയാം. നമ്മള് ഞാൻ ഈ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് നമ്മളുടെ ഏതൊക്കെ കാര്യങ്ങൾ, ഇപ്പം ക്യാൻസർ എന്ന് പറയുന്ന ഒരു വലിയ രോഗമായിട്ട് എല്ലാവരും അറിയുന്നു. പലരുടെയും മനസ്സിൽ ഒരു ഭീതിയുണ്ട്, എനിക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതറിയാൻ വേണ്ടി പലരും ആശുപത്രിയിൽ വരാറുണ്ട്. ഈ ആശുപത്രിയിൽ വരുന്ന ആൾക്കാര് ഈ പലപ്പോഴും ഒരു മാനസികമായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്, അതായത് അടുത്തുള്ള വീട്ടിലുള്ള ഒരാളിന് ക്യാൻസർ വന്നു, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് ഒരാൾ ക്യാൻസർ വന്നു, അതേ ഒരു സിംറ്റം വരുമ്പോൾ എനിക്കും ക്യാൻസർ ആണോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അങ്ങനെ വരുന്നത് നല്ലത് തന്നെ, അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതല്ലാതെ നമ്മൾ എപ്പോഴാണ് ഒരു ഡോക്ടറെ ക്യാൻസർ എന്നുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു ആദ്യത്തെ ഒരു കാരണം കണ്ടുപിടിച്ച് വരേണ്ടത്? ഒന്ന്, ശരീരത്തിൽ ഏത് ഭാഗത്തൊരു മുഴ വന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും പെർസിസ്റ്റന്റ് ആയിട്ട് വ്രണങ്ങൾ വന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒറിഫൈസിലൂടെ, അതായത് നമുക്കിപ്പം മൂക്കിനകത്തൂടെ രക്തം വരിക, മലത്തിനകത്തൂടെ രക്തം പോവുക, അല്ലെങ്കിൽ പല്ല് തേക്കുന്ന സമയത്തേക്ക് സ്ഥിരമായിട്ട് രക്തം പോവുക, അങ്ങനെയുള്ള മേജറായിട്ടുള്ള സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു ഡോക്ടറെ സമീപിക്കണം. പ്രധാനമായിട്ട് എവിടെങ്കിലും ശരീരത്തിൽ മുഴകൾ നിങ്ങൾക്ക് തോന്നുകയാണ്. ചിലപ്പോൾ മുഴയായിട്ട് മാത്രമായിരിക്കത്തില്ല തോന്നുന്നത്. നമുക്കെല്ലാം അറിയാം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന 2 ഹാഫ് ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്. അതിനകത്ത് എപ്പോഴും ഒരു സിമെട്രി കാണും. ജനറലി ഒരു സിമെട്രി കാണും. ആ സിമെട്രിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരിക, അല്ലെങ്കിൽ ഒരു മുഴ വരിക, അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു പെർസിസ്റ്റന്റ് ആയിട്ടൊരു വ്രണം വരിക, അല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ രക്തം വരിക, അതുപോലുള്ള ദ്രവങ്ങൾ വരിക, ചിലപ്പോൾ ചിലർക്ക് പഴുപ്പായിരിക്കും വരുന്നത്. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പെർസിസ്റ്റന്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഡെഫിനറ്റ് ആയിട്ടും ഡോക്ടറെ കാണിക്കണം. ഇതൊക്കെ പെരിഫറിയിലുള്ളതാണ്. എന്നാൽ വയറ്റിനകത്തുള്ള ഇത് വരികയാണെങ്കിൽ പലപ്പോഴും അത് വിശപ്പില്ലായ്മയായിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ആയിട്ടായിരിക്കും വരുന്നത്, ശരീരത്തിന്റെ തൂക്കം കുറയുക. ഇനി ലങ്സിനകത്താണ് ഒരു മെലിഗ്നൻസി വരുന്നത്, പലപ്പോഴും വിട്ടുമാറാത്ത ചുമ ആയിട്ടായിരിക്കും വരുന്നത്. പെർസിസ്റ്റന്റ് ആയിട്ട് വേദന, ചിലർക്ക് വേദന വരും. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അത് ക്യാൻസർ ആണോ എന്നുള്ളത് സ്ഥിരീകരിക്കണം. ഇനി ചില ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ വരുമോ എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം, അങ്ങനെയുള്ള ഫാമിലിയിൽ ക്യാൻസറുകളുണ്ട്. അങ്ങനെ ഒരു ഫാമിലിയിൽ ക്യാൻസർ വരുന്നു എന്നുണ്ടെങ്കിൽ അതിനും നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കുന്നത് നന്നായിരിക്കും. പ്ലീസ്.
ഹലോ, നമസ്കാരം. ഡോക്ടർ ലൂർദിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ. ഹലോ, എന്റെ പേര് രശ്മി, ചെങ്ങന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ മാഡം, ഡോക്ടർ സന്തോഷ് ലൈനിലുണ്ട്, സാറിനോട് സംസാരിക്കാം. ഓക്കെ, സാർ, എനിക്കറിയേണ്ടത് ഈ തൈറോയ്ഡ് ക്യാൻസർ സ്ത്രീകളിൽ ഇപ്പൊ ധാരാളമായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പൊ അത് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണോ, അതിനെന്തെങ്കിലും പ്രതിവിധികൾ അങ്ങനെ നമുക്ക് പ്രിവെന്റീവ് മെത്തേഡ്സ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാമോ? ഞാൻ ഇതിലും വീണ്ടും തിരിച്ചു വരുന്നതാണ്. കാരണം ഇത് ഞാനിപ്പോ ഒരു ക്യാൻസറിന്റെ ഒരു ടോട്ടൽ ഔട്ട്ലുക്കിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം. ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. ക്യാൻസർ തൈറോയിഡിനെ പറ്റി മാത്രം അഡ്രസ് ചെയ്തുകൊണ്ട് ഞാൻ വരാം. സ്ത്രീകളിൽ മാത്രമല്ല ക്യാൻസർ തൈറോയിഡ് കാണുന്നത്, സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ നമ്മളുടെ കേരളത്തിൽ ഞങ്ങൾ തൈറോയിഡ് ഒരുപാട് ഡീൽ ചെയ്യുന്ന ഒരാശുപത്രിയാണ് ലൂർഡ് ആശുപത്രി. പ്രത്യേകിച്ച് ഞാൻ ഈ ഞങ്ങളുടെ പഠനത്തിനകത്ത് ഞങ്ങളുടെ കഴിഞ്ഞ 25 കൊല്ലത്തോളമുള്ള ലൂർഡ് ആശുപത്രിയിൽ ഞങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് സാധാരണ ഇന്ത്യയിൽ കാണുന്നതിൽ കൂടുതൽ തൈറോയിഡ് മെലിഗ്നൻസി ഞങ്ങൾ കാണാറുണ്ട്. നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡേറ്റ. ഏതാണ്ട് 26% ആൾക്കാർക്ക് ക്യാൻസർ തൈറോയിഡ് ഉണ്ടാകാറുണ്ട്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നും, പക്ഷേ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഒരു ശസ്ത്രക്രിയ. 99.9% ആൾക്കാർക്കും വേറെ ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല. ഭംഗിയായിട്ടുള്ള ഒരു ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്യുകയും ലിംഫ് നോട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് എടുത്തു കളയുകയും ചെയ്താൽ അവരുടെ ജീവിതത്തിനെ അത് ഒരു കാരണവശാലും ബാധിക്കുന്ന ഒരു ക്യാൻസർ അല്ല തൈറോയിഡ് ക്യാൻസർ. അത് നന്നായി ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് ടോട്ടലായിട്ട് തൈറോയിഡ് എടുത്തു കളയുക എന്നുള്ളതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. ഞാൻ വീണ്ടും അതിൽ നിന്ന് മാറുകയാണ്. അത് വീണ്ടും കാരണം തിരിച്ച് വീണ്ടും തൈറോയിഡ് ക്യാൻസറിലേക്ക് നമ്മൾ വരും കുറച്ച് കഴിഞ്ഞിട്ട്. നമ്മൾ അതിനു മുമ്പുള്ള ചില കാര്യങ്ങളാണ് നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച് എനിവേ ഫോർ ദ കോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും സബ്ജക്റ്റിലേക്ക് വരികയാണ്. ഇങ്ങനൊരു പേഷ്യന്റ് നിങ്ങളുടെ അടുക്ക വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്യേണ്ടത്? ഒന്ന്, നിങ്ങൾ സിംറ്റം നോക്കും. അതായത് ക്യാൻസർ ഒരു മുഴയാണെന്നുണ്ടെങ്കിൽ ആ മുഴ വളരെ പെട്ടെന്ന് വലുതാവുന്ന ഒരു മുഴ, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു വ്രണം വരുന്നതിനകത്ത് അത് ടച്ച് ചെയ്താൽ ബ്ലീഡ് ചെയ്യുന്നതാണോ, പെയിൻഫുൾ ആണോ, ഇൻഡ്യൂറേഷൻ ഉണ്ടോ, അങ്ങനെ പല പല ക്ലിനിക്കൽ സൈൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്ക് മനസ്സിലാവും ഈ ഒരു മുഴ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടോ അല്ലയോ എന്നുള്ളത് മനസ്സിലാവും. ആന്തരിക അവയവങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കാണാൻ പറ്റാത്ത അവയവങ്ങൾ നമുക്ക് എൻഡോസ്കോപ്പിയോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടോ അതുപോലെയുള്ള ടെസ്റ്റുകൾ എന്തായാലും ചെയ്താലേ നമുക്കതൊരു ക്യാൻസർ ആണോ എന്നുള്ളതിനെ പറ്റി സംശയിക്കാൻ പറ്റുള്ളൂ. ഇനി സംശയിച്ചു വരുന്ന ഒരു ക്യാൻസർ നമ്മൾ സ്ഥിരീകരിക്കണം. അതിനുള്ള മാർഗം എന്താണ്? അപ്പൊ ആദ്യമേ നമ്മൾ പലപ്പോഴും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു സ്വെല്ലിംഗ് ആണെങ്കിൽ നമ്മളൊരു അൾട്രാസൗണ്ട്, ഒരു ബേസിക് മിനിമം ലെവലിലുള്ള ഒരു സ്കാൻ സമ്പ്രദായത്തിനെയാണ് അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. ചെറിയൊരു പ്രോബ് ഉപയോഗിച്ച് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക. അപ്പൊ ഈ അൾട്രാസൗണ്ട് സ്കാനിൽ കിട്ടുന്ന മുഴയുടെ ചില ഭാവങ്ങൾ കാണുന്ന സമയത്തേക്ക് അത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടെന്ന് റേഡിയോളജിസ്റ്റ് നമ്മളെ പറയാൻ പറ്റും. അല്ലെങ്കിൽ അതിനകത്തൊരു പർട്ടിക്കുലർ ഏരിയയിൽ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് പറയാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്കൊരു ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി, ഒരു ചെറിയൊരു നീഡിൽ വെച്ചിട്ട്, വളരെ ചെറിയൊരു നീഡിൽ വെച്ചിട്ട് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയോടൊരു ഔട്ട് പേഷ്യന്റ് പ്രൊസീജിയറാണ്. കിടക്കേണ്ട കാര്യമില്ല. ഒരു 600 തൊട്ട് 900 രൂപ വരെയുള്ള ചാർജിന് എല്ലാ മേജർ ആശുപത്രിയിലും ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്നത്. ഇത് ഒരു ഓഫീസ് പ്രൊസീജിയറാണ്. ഇപ്പൊ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് 24 മണിക്കൂറിനകം അല്ലെങ്കിൽ ഒരു 36 മണിക്കൂറിനകം നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ ആ റിസൾട്ടിൽ നിന്ന് നമുക്ക് അത് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കാൻ ചിലർക്ക് പറ്റും, ചില സമയത്തേക്ക് പറ്റും, ചില സമയത്തേക്ക് ക്യാൻസർ ആകാൻ സാധ്യതയുള്ളതാണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റും, ചില സമയത്തേക്ക് ക്യാൻസർ പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് നമുക്ക് ഈ ടെസ്റ്റ് മൂലം മനസ്സിലാവും. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ആന്തരിക അവയവങ്ങളിലാണെങ്കിൽ നമുക്ക് ഇപ്പൊ ലിവറിനകത്താണ് അങ്ങനെ ഒരു സാധനം കാണുന്നതെന്നുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് നമുക്ക് ലിവറിൽ നിന്ന് ഒരു ഫൈൻ നീഡിൽ ആസ്പിറേഷൻ എടുക്കാം, അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്തിട്ട് നമുക്കൊരു ബയോപ്സി എടുക്കാം. സോ ഇതുപോലുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ചെയ്ത് നമ്മൾ സ്ഥിരീകരിക്കും. പലപ്പോഴും ബയോപ്സിയാണ് കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള അംബിഗ്വിറ്റിയും, അതായത് ഒരു സംശയത്തിന് ഇടപെടാതെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ബയോപ്സി എന്ന് പറയുന്നത്. അത് മിക്കവാറും എല്ലാവർക്കും മനസ്സിലാവും. ഈ മുഴയുടെ ഒരു ഭാഗം നമ്മൾ എടുത്തിട്ട് പരിശോധിക്കുക. അതൊരു നീഡിൽ കുത്തിയെടുക്കാം,
ഒരു ഗൺ ഉപയോഗിച്ച് ട്രൂ കട്ട് ബയോപ്സി എന്ന് പറയും, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് ചില സ്ഥലങ്ങളിൽ ഓപ്പൺ ചെയ്ത് നമുക്ക് ബയോപ്സി എടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്ത് ബയോപ്സി എടുക്കേണ്ടതായിട്ട് വരും. പല വിധത്തിലാണെങ്കിൽ ഒരു ടിഷ്യൂ അവിടെ നിന്ന് എടുത്തിട്ട് ആ ടിഷ്യൂ നമ്മൾ ചില പ്രോസസ്സിൽ കൂടെ പോയി അതിനൊരു ബയോപ്സി ഉണ്ട്. അത് യൂഷ്വലി ഒരു 5 to 6 days എടുക്കും ഒരു ബയോപ്സിക്ക് ഒരു റിസൾട്ട് വരാൻ വേണ്ടി. അതാണ് നമ്മളുടെ ഒരു ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ബയോപ്സി എടുത്താണ് നമ്മൾ കൺഫേം ചെയ്യേണ്ടത് ഒരു ക്യാൻസർ ഉണ്ടെന്നുള്ളത്. സോ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഡോക്ടർ അറ്റ് ലൂർദിൽ ഒരു ചെറിയ ഇടവേള. ഡോക്ടർ അറ്റ് ലൂർദിലേക്ക് മടങ്ങി വരാം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാൻസറും ചികിത്സാ രീതികളും. സർ, ഇപ്പോൾ ക്യാൻസറിന്റെ രോഗലക്ഷണങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു, ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. സർ, എന്തൊക്കെയാണ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ക്യാൻസറിനെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിക്കാമോ? അതിനു മുമ്പ് ഈ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരു കാറിനെ ക്യാൻസർ എന്താണെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ കാർ എന്ന് പറയുന്ന ഒരു സങ്കല്പം എടുക്കുക. മാരുതി കാറുണ്ട്, അംബാസഡർ കാറുണ്ട്, ബെൻസ് കാറുണ്ട്, അങ്ങനെ പല കാറുകളുണ്ട്. ഈ കാറിന്റെ എല്ലാം തന്നെയും ഫങ്ഷൻസും അതിന്റെ ഫെസിലിറ്റീസും എല്ലാം ഡിഫറെന്റ് ആണ് എൻ്റെ അറിയാം. അതേപോലെ തന്നെ പല തരത്തിലുള്ള ക്യാൻസർ ഉണ്ട്. ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു മെലിഗ്നന്റ് ഡിസീസ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അഡിനോകാർസിനോമ കാണാം, സ്ക്വാമസ് സെൽ കാർസിനോമ കാണാം, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ക്യാൻസർ ഉണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ ഇപ്പം ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ക്യാൻസർ വിദഗ്ധനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിഫറെന്റ് ക്യാൻസേഴ്സ് അതിന്റെ ട്രീറ്റ്മെന്റും അതിന്റെ ഔട്ട്ലുക്കും അതിന്റെ എല്ലാ കാര്യങ്ങളും വ്യത്യാസമായതുകൊണ്ടാണ് നമ്മൾ ഈ ബയോപ്സി എടുത്തിട്ട് അത് ഏത് തരത്തിലുള്ള ക്യാൻസർ ആണ് എന്ന് നമ്മൾ സ്ഥിരീകരിക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ ഒരു ചോദ്യം ചോദിച്ച പോലെ തൈറോയിഡ് ക്യാൻസർ എന്ന് പറയുന്നത് എൻ്റെ അടുക്കൽ ഒരാൾ വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അനേക തരത്തിലുള്ള തൈറോയിഡ് ക്യാൻസറുകളുണ്ട്. പാപ്പിലറി കാർസിനോമ, ഫോളിക്കുലർ കാർസിനോമ, മെഡുലറി കാർസിനോമ, അനാപ്ലാസ്റ്റിക് കാർസിനോമ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ക്യാൻസറുകളുണ്ട്. അപ്പം ഈ ക്യാൻസറുകളുടെ എല്ലാം ബിഹേവിയർ ഡിഫറെന്റ് ആണ്. ഈ ക്യാൻസറുകളുടെ ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. അതെങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളത് ഡിഫറെന്റ് ആണ്. അപ്പം ഒരു രോഗി വന്ന് പറയുമ്പോൾ എനിക്ക് ഇന്ന ക്യാൻസർ ആണ് എന്ന് പറയുന്ന സമയത്തേക്ക് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി നേരത്തെ ചോദിച്ച പോലെ സ്റ്റേജിങ്ങിലത്തേക്ക് നമുക്ക് പോവാം. എപ്പോഴും നമ്മളുടെ മുന്നിൽ ഒരു പേഷ്യന്റ് വന്നിട്ട് പെട്ടെന്ന് പേഷ്യന്റ് സാധാരണ ക്യാൻസർ എന്നുള്ളൊരു ഡയഗ്നോസിസ് ഏതെങ്കിലും ഒരു ഡോക്ടർ പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഉപയോഗിച്ച് അത് കൺഫേം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവർ സാധാരണ പേഷ്യന്റിനെ കൊണ്ടുവരാറില്ല. അവരുടെ വിചാരം ഇത് നമ്മൾ പേഷ്യന്റ് അടുക്ക പറഞ്ഞു കഴിയുമ്പോൾ പേഷ്യന്റ് ആകെപ്പാടെ തളർന്നു പോകും, പേഷ്യന്റ് മാനസികാഘാതം ഉണ്ടാകും, അങ്ങനെയൊക്കെയുള്ള വിചാരം കൊണ്ട് പേഷ്യന്റ് ഇല്ലാതെ മക്കളോ മരുമക്കളോ കുറച്ച് കെട്ടുകടലാസമായിട്ടാണ് വരുന്നത്. ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ അടുക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, ഓരോ ക്യാൻസറും ട്രീറ്റ് ചെയ്യുന്നത് ആ പേഷ്യൻറ്റിലുള്ള ക്യാൻസറിനെയാണ്, അല്ലാതെ ആ ക്യാൻസറിനെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്, ആ പേഷ്യൻറ്റിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ആ പേഷ്യൻറ്റിനെ കാണാതെ, പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യാതെ, പേഷ്യൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് പറയാൻ പറ്റില്ല. സിമ്പിൾ എക്സാമ്പിൾ, ഒരു 28 വയസ്സുള്ള ഒരു സ്ത്രീക്ക് വരുന്ന മാറിലെ ക്യാൻസറും അവരുടെ
അമ്മൂമ്മയ്ക്ക് 78ാമത്തെ വയസ്സിൽ അതേ മാറിൽ വരുന്ന ക്യാൻസറും ട്രീറ്റ് ചെയ്യേണ്ടത് 2 വിധത്തിലാണ്. ഒരു ബയോപ്സി റിപ്പോർട്ടുമായിട്ട് ഒരാൾ വരിക, ഇതിനകത്ത് ബ്രസ്റ്റിൽ ക്യാൻസർ ഉണ്ട് എന്ന് പറയുക, ഐ കനോട്ട് ടെൽ വാട്ട് ട്രീറ്റ്മെന്റ് ഐ ഹാവ് ടു ഗിവ്. അത് ആ പേഷ്യന്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ 78 വയസ്സുള്ള 2 ട്വിൻ സിസ്റ്റേഴ്സിനാണ് ഇത് വരുന്നത്. അവരുടെ പെർഫോമൻസ് സ്റ്റാറ്റസ് വിൽ ബി ഡിഫറെന്റ്. വൺ മേ ബി വെരി ആക്റ്റീവ്, ദ അതർ മേ ബി വെരി വെരി ബെഡ് റിഡൻ. സോ അവർക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ ചികിത്സിക്കുന്നത്. സോ അത് ഒരു പേഷ്യന്റിനാണ് നമ്മൾ ചികിത്സ കൊടുക്കേണ്ടത്, അല്ലാതെ ഒരു ക്യാൻസറിന് മാത്രമല്ല ചികിത്സ കൊടുക്കേണ്ടത്. ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെന്റ്. കമ്മിങ് ബാക്ക് ടു ദ സ്റ്റേജസ്, ഒരുപാട് സ്റ്റേജസ് നമുക്ക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് അവൈലബിൾ ആണ്. പക്ഷെ ബേസിക് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓർഗൻ കൺഫൈൻഡ് ഡിസീസ് ആണോ അല്ലെങ്കിൽ ഓർഗന് വെളിയിലേക്ക് പോയ ഡിസീസാണ്, ഇതാണ് ആദ്യത്തെ ഒരു ചോദ്യം ഒരു ക്ലിനിഷ്യന്റെ മുന്നിലുള്ളത്. അത് ആദ്യം പേഷ്യന്റ് കയറി വരുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല ഇത് ആ ഓർഗനിലാണ് മാത്രമേ ഉള്ളൂ അതോ വേറെ വല്ലയിടത്തും പടർന്നിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം. അപ്പം പലപ്പോഴും നമ്മൾ ക്യാൻസർ ആണെന്ന് പേഷ്യന്റ് അടുത്ത് പറയുമ്പോൾ അവർ ചോദിക്കുന്ന അടുത്ത ചോദ്യം, ഡോക്ടർ ഏത് സ്റ്റേജിലാണ്? ഇപ്പം ടെസ്റ്റുകൾ പലതും ചെയ്യാതെ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാതെ നമുക്കൊരു സ്റ്റേജ് ചിലപ്പം പറയാൻ പറ്റിയെന്ന് വരത്തില്ല, പറയുന്ന സ്റ്റേജ് മാറിപ്പോയെന്ന് വരാം. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം കൊടുക്കുക ക്ലിനിഷ്യന് ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ ലെവൽ ഓഫ് അത് ഓർഗനിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ 2 സ്ഥലത്തേക്കാണ് അത് പ്രധാനമായിട്ട് പോകുന്നത്. ഒന്ന്, ആ ഓർഗനിൽ നിന്നുള്ള റീജിയണൽ ലിംഫ് നോഡ് ലാർവേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറിൽ നിന്നാണെങ്കിൽ കക്ഷത്തിലേക്ക്, ഹെഡ് ആൻഡ് നെക്ക് തൈറോയിഡിനാണെങ്കിൽ കഴുത്തിലേക്കുള്ള ഇതിൽ, കാലിൽ നിന്നുള്ളതാണെങ്കിൽ ഗ്രോയിനിലേക്കുള്ള ഈ ലിംഫ് നോഡ്. ഇതെന്തിനാണ് ദൈവം തന്നിരിക്കുന്നത്, മനുഷ്യ ശരീരത്തിൽ ഈ ലിംഫ് നോഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്? താൽക്കാലികമായിട്ട് ഈ രോഗം ശരീരത്തിൽ മുഴുവൻ ബാധിക്കാതെ ഈ രോഗത്തിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ഒരു നാച്ചുറൽ ഫിൽട്ടറാണ് ഈ ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ലിംഫ് നോഡ്സിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ലിംഫ് നോഡ്സിനെ എടുത്തു കളയാൻ പറ്റുന്നതാണ്. അല്ല ലിംഫ് നോഡ്സിൽ ട്യൂമറിന്റെ ബേർഡൻ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലിംഫ് നോഡ്സ് എടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ നമുക്ക് മിക്കവാറും പരിപൂർണമായിട്ട് സുഖപ്പെടുത്താൻ പറ്റിയെന്ന് വരും. എന്നാൽ ശരീരത്തിൽ മുഴുവൻ പടർന്നു പോയ ഒരു ക്യാൻസർ കാണും, ലങ്ങില് അവിടെ ഇവിടെയൊക്കെ പടർന്നു പോയിട്ടുള്ള ഒരു ക്യാൻസർ കാണും. അപ്പൊ അങ്ങനെ വരുന്ന ക്യാൻസർ നമുക്ക് സിസ്റ്റമിക് ആയിട്ടുള്ള, അതൊരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് മാത്രം മാറത്തില്ല, അതിന് ശരീരത്തിൽ മുഴുവൻ ക്യാൻസർ സെല്ലുകളെ നിർവീര്യമാക്കുന്നതിനുള്ള മരുന്നുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഈ സ്റ്റേജ് നമ്മൾ എന്തിനാ ഡിസൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടു ചൂസ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റേജ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത്, ഒന്ന് പേഷ്യന്റിനെ പരിശോധിക്കും, 2 അൾട്രാസൗണ്ട് അല്ലെങ്കിൽ CT സ്കാൻ അല്ലെങ്കിൽ MRI അല്ലെങ്കിൽ അതുപോലെയുള്ള സ്കാൻസുകളുണ്ട്. ഈ സ്കാനുകൾ ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും കാണുന്നതിൽ നിന്ന് വ്യത്യാസം, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു എൻഡോസ്കോപ്പി ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിയുമ്പോൾ ആ സ്റ്റേജ് മാറാം. കാരണം ആദ്യം കാണുന്ന ഒരു അവസ്ഥയായിരിക്കത്തില്ല ഉണ്ടാവുന്നത്. യെസ് പ്ലീസ്. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൂർദിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ. ഹലോ മാഡം, ഡോക്ടർ സന്തോഷ് ലൈനിലുണ്ട്, സംസാരിച്ചോളൂ. ഓക്കെ. ഓക്കെ. ഞാൻ ഏതാ അല്ല എല്ലാ മാറില് വരുന്ന മുഴകളെല്ലാം തന്നെയും ബ്രസ്റ്റ് ക്യാൻസർ അല്ല. മാറില് ബിനൈൻ ആയിട്ടുള്ള ഒരുപാട് ട്യൂമേഴ്സ് വരും. ബ്രസ്റ്റ് ക്യാൻസേഴ്സിന്റെ ചില ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുന്ന മുഴ, സാധാരണ ബ്രസ്റ്റ് ക്യാൻസർ വേദന കാണാറില്ല. മുലക്കണ്ണിക്കൂടെ ചില ആൾക്കാർക്ക്, ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ആൾക്കാർക്ക് ചെറിയ ദ്രാവകം വരികയോ അല്ലെങ്കിൽ രക്തം വരികയോ ചെയ്യാം. ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് അത് കാണിച്ചാൽ മാത്രമേ അത് ക്യാൻസറിനാണോ ഇല്ലയോ എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ഇനിയും വേറൊരു സെഷനിൽ ബ്രസ്റ്റ് ക്യാൻസർ മാത്രമായിട്ട് അഡ്രസ് ചെയ്യും. ഇത് ഞാൻ ക്യാൻസറിനെ പറ്റി മൊത്തമായിട്ട് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സെഷൻ ഉപയോഗിക്കുന്നത്. സബ്സിക്വന്റ്ലി ഓരോ തരത്തിലുള്ള ക്യാൻസറിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സെഷൻസ് എടുക്കുന്നുണ്ട്. അന്നേരമൊക്കെ വിളിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ വീണ്ടും പറഞ്ഞു.
അപ്പൊ നമ്മളിപ്പം പറഞ്ഞു വന്നിരിക്കുന്ന സാധനം, നമ്മൾ എന്തിനാണ് ഈ സ്റ്റേജ് കണ്ടുപിടിക്കുന്നത്? ഈ സ്റ്റേജ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഒന്ന് ട്രീറ്റ്മെന്റ് എന്താണെന്ന് തീരുമാനിക്കുന്നതിനും, രണ്ട് ഈ പേഷ്യന്റിന്റെ പ്രോഗ്നോസിസ് എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിനും ഒക്കെയാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത്, ഈ സ്റ്റേജ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ക്ലിനിക്കൽ സെറ്റിങ്ങിൽ പേഷ്യന്റ് ആദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഒരു സ്റ്റേജ് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം അതിന് ടെസ്റ്റുകൾ ചെയ്യണം. ഈ പറഞ്ഞ പോലെ അൾട്രാസൗണ്ട് ചെയ്തു, CT സ്കാൻ ചെയ്തു, അതുപോലുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു വാക്ക് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഇപ്പം നമ്മൾ പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാൻ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പലപ്പോഴും പേഷ്യൻ്റ് വന്ന് നമ്മളുടെ അടുക്കൽ പലയിടത്തു നിന്നും കൺസൾട്ടേഷനുമായിട്ട് വന്നു പല കാര്യങ്ങളും പറഞ്ഞിട്ട് പെറ്റ് സ്കാൻ ചെയ്യേണ്ടേ ഡോക്ടറെ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പെറ്റ് സ്കാൻ ഒരു നല്ല ഇൻവെസ്റ്റിഗേഷനാണ്, അല്ല പറയുന്നത്. പക്ഷേ വളരെയധികം ഫോൾസ് പോസിറ്റിവിറ്റി ഉള്ള ഒരു ടെസ്റ്റാണ് പെറ്റ് സ്കാൻ. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ഇൻഫ്ലമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫെക്ഷൻ ഉണ്ട്, വെറും ഫ്രാക്ചർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഈ റീസെൻ്റ് ആയിട്ടൊരു ഫ്രാക്ചർ ഉണ്ട്. സോ ഒരു ഹൈലി നോൺ സ്പെസിഫിക് ഇൻവെസ്റ്റിഗേഷൻ വിത്ത് ലോട്ട് ഓഫ് ഫോൾസ് പോസിറ്റിവിറ്റി. സോ ജനറലി പ്രീ ഓപ്പറേറ്റീവായിട്ടൊരു പെറ്റ് സ്കാനിൻ്റെ ആവശ്യം വരുന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ്. പെറ്റ് സ്കാൻ ഷുഡ് ബി യൂസ്ഡ് മോർ ഓഫൺ ഇൻ ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് സെറ്റിംഗ്. പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്നത് പ്രീ ഓപ്പറേറ്റീവ് സെറ്റിങ്ങിൽ ഇത് വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടുകയും ഈ പറയുന്ന പ്രീ ഓപ്പറേറ്റീവ് സെറ്റിങ്ങിൽ ഇതിൻ്റെ ഫോൾസ് പോസിറ്റിവിറ്റി കൊണ്ട് പലപ്പോഴും അപ്സ്റ്റേജ് ചെയ്യപ്പെടുകയും ആവശ്യമില്ലാത്ത പല ട്രീറ്റ്മെന്റിൽ ഇടപെടുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എ വേർഡ് ഓഫ് കോഷൻ അഗൈൻസ്റ്റ് പെറ്റ് സ്കാൻ. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻവെസ്റ്റിഗേഷൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് ടു ബി യൂസ്ഡ് ഇൻഡിസ്ക്രിമിനേറ്റ്ലി. അപ്പം ഇതെല്ലാം നമ്മൾ നോക്കണം ഒരു സ്റ്റേജ് തീരുമാനിക്കുന്നതിന് വേണ്ടി. ഇതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഓക്കെ സാർ, ഇപ്പോൾ നമ്മൾ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവരിൽ വരെ പ്രായഭേദമന്യേ ഇപ്പോൾ ക്യാൻസർ രോഗത്തിന് ഇരയാവുകയാണ്. ശരിക്കും എന്തുകൊണ്ടാണ് ഈ നമ്പറിൽ ഇത്രയൊരു വർധനവ് ഉണ്ടാവാനായിട്ടുള്ള കാരണം? നമ്മുടെ ആദ്യത്തെ കോളർ നമ്മളോട് ചോദിച്ചിരുന്നു, കരിഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണോ, ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കൂടിയത് കൊണ്ടാണോ, നമ്മുടെ ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടാണോ? ഒന്ന് വിശദീകരിക്കാം. ജനിക്കുമ്പോൾ തൊട്ടുള്ള കുട്ടിക്ക് വരെ, പ്രായമാകുന്ന ആൾക്കാർക്ക് വരെ ക്യാൻസർ വരാം. അത് വരുന്ന ഓർഗൻസ് വേരിയേഷൻ കാണും, ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് വേരിയേഷൻ കാണും. ഒരു ഏജ് ഗ്രൂപ്പും ഒരു ശരീരത്തിലെ ഒരു ഓർഗനും ക്യാൻസറിന് ഒരു ഇമ്മ്യൂണിറ്റി ഉള്ളതല്ല. ഏത് സമയത്തേക്കും ഏതാൾക്കും ഏത് ഏജിലും ഏത് അവയവങ്ങളിലും ഇത് വരാം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിപ്പം കൂടുതൽ കാണുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നു. അത് ശരിയാണ്. നമ്മുടെ ഡയഗ്നോസ്റ്റിക് എബിലിറ്റീസ് ഹാവ് ഇൻക്രീസ്ഡ്. പണ്ട് ഒരു 30 കൊല്ലം മുമ്പല്ല, ഞാനൊക്കെ MBBSന് പഠിക്കുകയോ അല്ലെങ്കിൽ ഞാനൊക്കെ MS പഠിക്കുകയോ ചെയ്യുന്ന കാലത്ത് അൾട്രാസൗണ്ട് ഇല്ല, CT സ്കാൻ ഇല്ല, MRI ഇല്ല. നമ്മളുടെ പേഷ്യൻറ്റുമായിട്ടുള്ള വർത്തമാനം നമ്മുടെ ഈ കൈയും വെച്ചിട്ടാണ് നമ്മൾ ഒരു ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ ഒരു മുഴയുണ്ടോ എന്ന് കാണുന്നത്. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് എല്ലാ പല പേഷ്യൻറ്റും നമ്മുടെ അടുക്ക വരുന്ന ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടാണ് വരുന്നത്. CT സ്കാൻ ഉൾപ്പെടെ അവർ സ്വയമായിട്ട് തന്നെ ചെയ്യും. MRI, CT സ്കാൻ ഇതെല്ലാം ജനങ്ങൾക്ക് അറിവുള്ള സാധനമായതുകൊണ്ട് എല്ലാം പോയി അവരുടെ മണി കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യും. സോ ദാറ്റ് ഈസ് വൺ തിങ്. സെക്കൻഡ് ഈസ്, നമ്മൾ 1950 പോവുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ സെൻസസ് എടുത്ത സമയത്തേക്ക് ഇന്ത്യയിലെ ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത് 51-52 വയസ്സായിരുന്നു. ഇപ്പോൾ ജീവിത ദൈർഘ്യം നമ്മുടെ ലാസ്റ്റ് സെൻസസിൽ 78-79, ഇടയ്ക്കൊരു പൊങ്ങി 80കളിൽ വന്നിട്ട് താഴോട്ട് ഡിപ്പ് ചെയ്തതാണ്. അപ്പം പണ്ട് സാംക്രമിക രോഗങ്ങളായിരുന്നു മനുഷ്യനെ മരണപ്പെടുത്തുന്നതിനുള്ള ഒരു കാരണം. മിക്കവാറും ഉള്ള സാംക്രമിക രോഗങ്ങളെല്ലാം നമ്മൾ കീഴടക്കി. നമ്മൾ സ്മോൾ പോക്സ് ഇല്ലാതാക്കി, കോളറ വല്ലപ്പോഴും കാണുന്ന സാധനം. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു വലിയ സാംക്രമിക രോഗം കൊറോണ എന്നും പറഞ്ഞു വരുന്നത്. അതിനു മുമ്പേ സാംക്രമിക രോഗങ്ങളിൽ നിന്നുള്ള മരണം ആക്ച്വലി പണ്ടുണ്ടായിരുന്നതിൻ്റെ 100% നമ്മൾ കുറഞ്ഞു. നമ്മൾ പല ഇതിനും വാക്സിൻ കണ്ടുപിടിച്ചു, പല സാധനങ്ങളും ഇന്നില്ല. അങ്ങനെ ഒരു മരണപ്പെടാനുള്ള സാധ്യതയില്ല. രണ്ടാമത്തെ ഒരു മരണകാരണം പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ വരുന്നത് ട്രാഫിക് ആക്സിഡന്റ് ആണ്. ഹൈ വെലോസിറ്റി. നമ്മളെല്ലാവരും വണ്ടിയെടുത്ത്, കാറെടുത്ത്, മോട്ടോർ സൈക്കിൾ എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന മരണമായിരുന്നു വേറൊരു കാര്യം. അതും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നതുകൊണ്ടും അങ്ങനെ ഹെഡ് ഇഞ്ചുറി, ഇപ്പം ഹെൽമെറ്റ് നിർബന്ധമാക്കിയതിനു ശേഷം ഹെഡ് ഇഞ്ചുറി കാണാറില്ല.
മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് പണിഷബിൾ ഒഫൻസ് ആയതുകൊണ്ട് അങ്ങനെ ഓടിക്കുന്ന വണ്ടികൾ കാണാറില്ല. സോ നാച്ചുറലി ദർ ഇസ് എ റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ദി ട്രോമാറ്റിക് ഡെത്ത്. അപ്പം അത് നടക്കുന്നില്ല. സോ മനുഷ്യന്റെ പ്രായം കൂടും. ഈ കൂടുന്ന പ്രായമുള്ള ആൾക്കാരൊക്കെ കുറച്ച് കഴിയുമ്പോൾ മരിക്കണം. ആ മരിക്കുന്നതിന് നമ്മൾ ഇന്ന് കഴിഞ്ഞ ഒരു 2 ദശാബ്ദക്കാലം 25 കൊല്ലത്തേക്ക് കാണുന്ന 3 അസുഖങ്ങളാണ്. ഒന്ന് ഹാർട്ട് സംബന്ധിച്ചുള്ള ഹാർട്ട് അറ്റാക്കും അതുപോലുള്ള സാധനങ്ങളും, 2 ബ്രെയിനകത്തുണ്ടായിരുന്ന സ്ട്രോക്കും അങ്ങനെയുള്ള കാര്യങ്ങളും, 3 ക്യാൻസർ. ഇങ്ങനെ 3 കാര്യങ്ങൾ. ഇതിനകത്ത് ഈ മറ്റ് 2 സാധനങ്ങളും കുറച്ചുകൂടെ എൽഡർലിക്ക് വരുന്ന അതാണെങ്കിലും ഈ ക്യാൻസർ പലപ്പോഴും യങ്ങർ ഏജിൽ സ്റ്റാർട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. So naturally the number of diagnosis has increased just out of the longevity of life. നല്ല ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്. 3 നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലെവൽ കൂടി. ആ ലെവൽ കൂടിയപ്പോൾ ഈ പറയുന്ന ചെറിയ മുഴകൾ ഉണ്ടെങ്കിൽ ഒരു ആശുപത്രി വരും. നാച്ചുറലി ഇത് കണ്ടുപിടിക്കപ്പെടും. സോ നാച്ചുറലി ദർ വിൽ ബി മോർ. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൂർദ് സ്വാഗതം. ഹലോ, പറഞ്ഞോളൂ, ഇതാരാണ്? ഞാൻ നിൽക്കുന്ന വിളിക്കുന്നത്. എന്റെ പേര് അമ്പിളി എന്നാണ്. ഓക്കെ അമ്പിളി, ഡോക്ടർ സന്തോഷ് ലൈനിലുണ്ട്. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടർ, എന്റെ പേര് അമ്പിളി. ഞാൻ നെട്ടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്കൊരു 23 വർഷത്തോളമായിട്ടുണ്ട്. എനിക്ക് തൈറോയിഡിന്റെ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ ഞാനതിന് മരുന്നിപ്പഴി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ സംശയം എന്താണെന്ന് വെച്ചാല് കാലപ്പഴക്കം കൊണ്ട് ഇത് ക്യാൻസറായി മാറാനുള്ള ചാൻസ് ആണ്. മുഴയുണ്ടോ? തൊണ്ടയിൽ മുഴയുണ്ടോ? എനിക്ക് സിമ്പിൾ പോയിട്ടുള്ളതാണ്. ഇല്ലല്ല, തൊണ്ടയിൽ നിങ്ങൾക്ക് മുഴയുണ്ട്? ഉണ്ട്. അങ്ങനെ മുഴയുള്ളത് ഒരു ഡോക്ടറെ കാണിക്കുക. സാധാരണഗതിയിൽ നമ്മൾ ദൈർഘ്യമുള്ളതനുസരിച്ച് മൾട്ടിനോഡുലാർ ഗോയിറ്ററിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് അത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ക്യാൻസറായിട്ട് മാറും എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള മുഴകള് നാളെയോ മറ്റന്നാളോ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ അല്ല. ചെയ്യണം എന്നൊരു ഡോക്ടർ പറയുകയാണെങ്കിൽ ആ മുഴ എടുത്തു കളയണം. അല്ലെങ്കിൽ അത് കാലക്രമത്തിലിരുന്ന് മെലിഗ്നൻസി ഇൻ എ തൈറോയിഡ് നോഡ്യൂൾ ഈസ് എ നോൺ കോംപ്ലിക്കേഷൻ. അത് കൂടുതൽ കാലം ഇരിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് അത് മെലിഗ്നന്റ് ആകാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതൊരു ഡോക്ടറെ കാണിക്കുക. എന്നിട്ട് കാണിച്ചതിന് ശേഷം അങ്ങനല്ല. മുഴയുടെ സൈസും മുലയുടെ സൈസ് അല്ല ഒരു ഡിറ്റർമിനന്റ് ഫാക്ടർ. നിങ്ങൾക്കൊരു മുഴ തൈറോയിഡിലുണ്ടെങ്കിൽ അത് മൾട്ടിനോഡുലാർ ഗോയിറ്ററിന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന കാലക്രമത്തിനനുസരിച്ച് അതിനകത്ത് മെലിഗ്നൻസി ഉണ്ടാകാനുള്ള സാധ്യത ഓരോ കൊല്ലം കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കത് ഉണ്ടാകുമോ വേറൊരാൾക്കത് ഉണ്ടാകുമോ എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ പീരിയോഡിക് ആയിട്ട് അത് നോക്കുക. അത് ഒരു കൈകൊണ്ട് ഡോക്ടർ തൊട്ട് നോക്കുന്നതിന് പുറമെ നിങ്ങൾക്ക് അൾട്രാസൗണ്ടും FNAC ഒക്കെ ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് എടുത്തു കളയണം. അതാണ് എന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ അമ്പിളി, താങ്ക് യു ഫോർ കോളിംഗ്. വിളിച്ചതിൽ സന്തോഷം. സർ, നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വരാം. ഡോക്ടർ ലൂർദിലേക്ക് മടങ്ങി വരാം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ സന്തോഷ് ജോൺ എബ്രഹാമിനോടാണ്. സർ, ക്യാൻസർ ചികിത്സാ രംഗത്ത് 3 പതിറ്റാണ്ടിലേറെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ സന്തോഷ് ജോൺ എബ്രഹാം. സർ, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് എന്തുകൊണ്ടാണ് ഈ നമ്പറിൽ വർധനവ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചായിരുന്നു.
നമ്മൾ അതിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ് വിട്ട ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് വീണ്ടും ഞാൻ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വരികയാണ്. എന്തുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടാവുന്നത്, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്. അപ്പം ചില ഫാമിലിയിൽ ക്യാൻസർ ഉണ്ട്, ഭക്ഷണം കൊണ്ട് ക്യാൻസർ ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം ചില ക്യാൻസറുകൾ ഫാമിലിയിൽ ഉണ്ടാവുന്ന ക്യാൻസറുകളുണ്ട്. അതായത് ഒരു ഫാമിലിയിൽ വരുന്ന സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ കസിൻസിനൊക്കെ വരുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്യാൻസർ ഉണ്ട്. ഇത് തന്നെ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ക്യാൻസർ, അതായത് നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ കോശത്തിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് ക്രോമസോംസ് ഉണ്ട്, ക്രോമസോംസിനകത്ത് DNA ഉണ്ട്. അതൊക്കെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന ചില ഇൻഫർമേഷൻ ഫാദറിൽ നിന്ന് കുട്ടികളിലേക്കും അമ്മയിൽ നിന്ന് കുട്ടികളിലേക്കും കുട്ടികളിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്കും നമുക്കത് മാറും. അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊക്കെ ആഞ്ചലീന ജോളി എന്ന് പറയുന്ന ഒരു വലിയ ഫിലിം സ്റ്റാർ ക്യാൻസർ ബ്രസ്റ്റ് വരാതിരിക്കാൻ വേണ്ടി 2 മാറും റിമൂവ് ചെയ്തു എന്ന് പറയുന്നു. അതൊരു BRCA1 BRCA2 എന്ന് പറയുന്ന 2 ജീനിന്റെ മ്യൂട്ടേഷനിൽ ഉണ്ടാവുന്ന അളവ് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് 100% ക്യാൻസർ മാറും. അതുകൊണ്ടാണ് അവരത് നേരത്തെ, അതിന് ഒരു വേറെ ആർഗ്യുമെന്റ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ടു കൺഫേം ദാറ്റ് ദർ ഇസ് എ ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട്. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൂർദിലേക്ക് സ്വാഗതം, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, ഞാൻ ജ്യോതി കൊച്ചാമ്പുഴേക്കാണ് വരാപ്പുഴ വിളിക്കേണ്ടത്. എന്തോ വിളിക്കുന്നത് സർ, കുറച്ച് ഉറക്കെ പറയാമോ? ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ. ഞാൻ ഇറ്റലിയിൽ റോമിന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ജ്യോതി കൊച്ചാമ്പുഴേക്കാണ് വരാപ്പുഴക്ക് വേണ്ടി റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഞാൻ ഇറ്റലിയിൽ റോമിന്നാണ് വിളിക്കുന്നത്. മനസ്സിലായി, പറഞ്ഞോളൂ ഫാദർ. ഞാൻ ഇറ്റലിയിൽ റോമിന്നാണ് വിളിക്കുന്നത്. മനസ്സിലായി, പറഞ്ഞോളൂ. ഓക്കെ, ഞാനപ്പോ വരാപ്പുഴ വേണ്ടി പഠിക്കുന്നത്. അത് മനസ്സിലായി, നിങ്ങൾക്ക് ചോദ്യം പറയും. 2 വർഷം റോമിലുണ്ടായി, ഇപ്പൊ ഒരു 3 വർഷം ഡോക്ടറേറ്റ് ചെയ്യണം. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്, പല പള്ളികളിലൊക്കെ എനിക്ക് പോയിട്ടുണ്ട്, രോഗികളെ കുറെ പേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ക്യാൻസർ ബാധിച്ച രോഗികൾ അധികം കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോ കുറവാണ് കാണുന്നത്. അപ്പൊ അത് ഇല്ല അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആണ്. ലോകത്തിൽ എല്ലായിടത്തും ക്യാൻസറിന്റെ വിവരങ്ങൾ അറിയാൻ ക്യാൻസർ രജിസ്ട്രി ഉണ്ട്. ഇന്ന് ഇൻഫർമേഷൻ അബൌട്ട് എവറിബഡി ഈസ് നോൺ ടു എവറിബഡി അക്രോസ് ദ വേൾഡ്. അപ്പൊ നമ്മുടെ ഭാഗത്ത് ക്യാൻസർ മാത്രം നമ്മുടെ ഭാഗത്ത് കൂടുതലുണ്ടെന്നും ഇറ്റലിയിൽ കൂടുതലില്ല എന്നും പറയുന്ന അതിനോടുകൂടി ഇറ്റലിയെ പറ്റി ഒരുപാട് നമുക്ക് ഡേറ്റ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയുള്ള ക്യാൻസറിന്റെ അതേ അളവിൽ തന്നെ ഇറ്റലിയിലും ചില ജോഗ്രാഫിക് വേരിയേഷൻ ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് ക്യാൻസർ മേ ബി ഡിഫറെന്റ്. നമുക്കിവിടെ കാണുന്ന ക്യാൻസർ ആയിരിക്കത്തില്ല ഇറ്റലി കൂടുതൽ കാണുന്നത് എന്നുള്ളതേ ഉള്ളൂ, അതിന് വ്യത്യാസമൊന്നുമില്ല. താങ്ക് യു ഫോർ കോളിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നിരുന്ന പോലെ തന്നെ ജനറ്റിക് ക്യാൻസേഴ്സ് ഉണ്ട്, ജനറ്റിക് അല്ലാത്ത ഫെമിലിയൽ ക്യാൻസേഴ്സ് ഉണ്ട്. അതായത് ചില ജനറ്റിക് ബേസിസ് ചിലപ്പോൾ നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ജനറ്റിക് അല്ലാത്ത ആ ഫാമിലിയിൽ റൺ ചെയ്യുന്ന ചില ക്യാൻസേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പാപ്പിലറി കാർസിനോമ സിൻഡ്രോം ഇൻ ഫെമിലിയൽ, മെഡുലറി കാർസിനോമ, അതൊക്കെ തൈറോയിഡിനകത്ത് വരുന്ന 2 തരത്തിലുള്ള ക്യാൻസറാണ്. അതൊരു ഫെമിലിയലായിട്ട് കാണുന്ന തരത്തിലുള്ളതാണ്. ഇതൊരു സൈഡിൽ. പിന്നെ എൻഡമിക് ഏറിയ ഒരു ക്യാൻസേഴ്സ് ചില ഏതെങ്കിലും നേരത്തെ ഇപ്പം ചോദ്യം ചോദിച്ച പോലെ ഒരു പർട്ടിക്കുലർ ഏറിയയിൽ ഒരു പർട്ടിക്കുലർ തരത്തിലുള്ള ക്യാൻസറുകൾ കാണപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഈ കൊല്ലത്ത് ചവറ എന്ന് പറയുന്ന ഏറിയയിൽ ദർ ഇസ് എ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. ആ ഭാഗത്ത് തിരുവനന്തപുരത്ത് RCCയുടെ മുഖാന്തരമായിട്ടുള്ള പല സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. പല ക്യാൻസറുകളുടെയും നമ്പർ അവിടെ കൂടുതലാണ്. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനാണ് അതിന്റെ കാരണം. ഇനി ഫുഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുഡും ഒരൊറ്റ ക്യാൻസറിന് നിദാനം അത് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം സാൽമൺ എന്ന് പറയുന്ന ഒരു ഫിഷ് കഴിക്കുന്ന രാജ്യങ്ങളുണ്ട്. ആ രാജ്യത്ത് ചില ക്യാൻസർ കൂടുതലാണ്. ജപ്പാനിലോട്ട് പോയി കഴിഞ്ഞാൽ പിക്കിൾഡ് ഫുഡ് അവർ കൂടുതൽ കഴിക്കും, അവിടെ ക്യാൻസർ സ്റ്റൊമക്ക് കൂടുതലാണ്. പെയിന്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്നത് ബ്ലാഡർ മെലിഗ്നൻസിയാണ്.
മനസ്സിലായില്ലേ? അപ്പൊ ഓരോ സ്ഥലത്തെയും ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ എക്സ്പോഷർ, ആസ്ബസ്റ്റോസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ലങ് ക്യാൻസർ കൂടുതൽ കാണാം. അപ്പം ഇതൊക്കെ ഓരോ റീജിയനിലുള്ള എഫക്റ്റും ഓരോ ഫുഡിലുള്ള എഫക്റ്റും മാറി മാറി ഓരോ സ്ഥലത്ത് ക്യാൻസർ വരുന്നു. അല്ലാതെ നിങ്ങളൊരു ഫുഡ് കഴിച്ചുകൊണ്ട് ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ക്യാൻസർ വരത്തില്ല. സ്മോക്കിംഗ് ഫോർ എക്സാമ്പിൾ, സ്മോക്കിങ്ങും ആൽക്കഹോളും രണ്ടും ഈ പറയുന്ന ക്യാൻസറിന് നിദാനമാണ്. അപ്പൊ സ്മോക്കിങ് എടുത്തു. ഹലോ, നമസ്കാരം. ഡോക്ടർ അറ്റ് ലൂർദിലേക്ക് സ്വാഗതം. ഹലോ. ഉറക്കെ പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, എന്റെ പേര് റക്കീസാണ്. ഞാൻ എറണാകുളത്ത് വിളിക്കുന്നത്. ഓക്കെ. ഞാനിപ്പോ തൊട്ട് മുമ്പ് ഒരു പേഷ്യന്റ് വിളിച്ചത് കേട്ടു. എനിക്ക് അതിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. തൈറോയ്ഡ് നൊഡ്യൂളിന്റെ കാര്യമാണ്. അപ്പൊ എനിക്ക് തൈറോയ്ഡ് നൊഡ്യൂൾ ഉണ്ടായിരുന്നു. ഞാനത് ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടർ FNA സജസ്റ്റ് ചെയ്തു. അത് ചെയ്തു. അപ്പൊ അതിനകത്ത് പറയണത് അത് ബെനൈൻ നൊഡ്യൂൾ ആണ്, പേടിക്കാനില്ല എന്ന് പറഞ്ഞു. 3 മാസം കഴിയുമ്പോ ഒന്ന് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്ത് നോർമലാണെന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. തെറ്റായ ഇൻഫർമേഷൻ ആണത്. തൈറോയ്ഡ് നോഡ്യൂൾ ബിനൈൻ എന്ന് പറഞ്ഞ് ഇപ്പോഴും നമ്മളുടെ നല്ല റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ബെത്സദ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഏത് ലെവലിലാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണും. ആ റിപ്പോർട്ടിൽ വെറും ബിനൈൻ നോഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടിംഗ് സിസ്റ്റം ഇപ്പൊ ഇല്ല. അതൊക്കെ പഴയ പണ്ട് കാലത്തുണ്ടായിരുന്നായിരുന്നു. ആ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ നിന്ന് മാറി പുതിയ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട് പെത്തോളജിസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ഇപ്പം ബിനൈൻ ലെവലിൽ നിൽക്കുന്ന ഒരു സാധനമാണെങ്കിൽ നിങ്ങൾ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് അത് ബിനൈൻ മാലിഗ്നന്റ് ആയോ എന്ന് അറിയത്തില്ല. അത് തെറ്റായ വെറും രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. FNA ചെയ്ത് കഴിഞ്ഞാൽ തൈറോയ്ഡ് ടെസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത 2 കാര്യങ്ങളാണ്. FNA ടെസ്റ്റ് ചെയ്തിട്ട് ബിനൈൻ എന്ന് പറയുന്നത് ബിനൈൻ ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താൽ എങ്ങനെ ശരിയാവുന്നത്? വീണ്ടും അത് ഒരു പീരിയോഡിക്കലായിട്ട് FNA ചെയ്താൽ മാത്രമേ അത് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റും FNAയും രണ്ട് കാര്യങ്ങളാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഗർഭിണിയാവുന്ന ഒരു സ്ത്രീക്ക് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യേണ്ടത് എപ്പോഴാണെന്നും യൂറിനിൽ ഇത് കൺഫേം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? രണ്ട് കാര്യങ്ങളാണ്. സോ യു ഹാവ് ടു റിപ്പീറ്റ് an FNAC ആഫ്റ്റർ സീയിങ് എ ഡോക്ടർ. ഒരു ഡോക്ടറെ കാണുന്ന ഒരു സർജനെയാണ് നിങ്ങൾ കാണേണ്ടത്. ഒരു നോഡ്യൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ടത് ഒരു സർജനെയാണ്. നിങ്ങൾ എറണാകുളത്ത് എൻഡോക്രൈനോളജിസ്റ്റ്, മുഴയുള്ള സ്ഥിതിക്ക് നിങ്ങൾ കാണേണ്ടത് ഒരു സർജനെ കാണുക. The surgeon decide whether the ഇരിക്കുന്ന മുഴ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണോ, ഏത് രീതിയിലാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അൾട്രാസൗണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. അൾട്രാസൗണ്ടിന് ശേഷം FNAC ചെയ്യേണ്ടതായിട്ട് വരും. അത് എപ്പോഴും ഫ്രീക്വൻസി ചെയ്യണമെന്നൊക്കെ ഉള്ളത് ലെറ്റ് ദ സർജൻ ഡിസൈഡ്. അത് തൈറോയിഡ് എന്ന് പറയുന്ന ഒരു അൺഫോർച്ചുനേറ്റ് ഓർഗൻ ആണ്. അതിന്റെ മുഴ വരുന്നതിന് ഒരു എൻഡോക്രൈൻ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ബ്രസ്റ്റ് ക്യാൻ ഓൾസോ ബി എൻ എൻഡോക്രൈൻ ഓർഗൻ. ബ്രസ്റ്റിലെ മുഴയ്ക്ക് എൻഡോക്രൈൻ ബേസിസ് ഉണ്ടോ? ഇല്ല. അപ്പം എൻഡോക്രൈൻ ബേസിസ് ഉള്ള സാധനങ്ങളുണ്ട്, എൻഡോക്രൈൻ ബേസിസ് ഇല്ലാത്ത സാധനങ്ങളുണ്ട്. FNA എന്ന് പറയുന്നതും FNAB എന്ന് പറയുന്നതും ഒക്കെ എൻഡോക്രൈനുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യങ്ങളല്ല. മുഴ എന്ന് പറയുന്നത് അതിനകത്ത് ഫങ്ഷണൽ അബ്നോർമാലിറ്റി വരാം, അതിനൊരു എൻഡോക്രൈൻ ബാക്ക്ഗ്രൗണ്ട് കാണാം, അത് വേറെ കാര്യങ്ങൾ. എനിവേ, ഞാൻ അതിനെ ഈ തൈറോയിഡിന്റെ സംശയങ്ങൾ തൽക്കാലം ചോദിക്കാതിരിക്കുക, കാരണം അത് നമ്മൾ വീണ്ടും വിൽ ടേക്ക് ഇറ്റ് ലിറ്റിൽ അവേ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോസറ്റീവ് ഫാക്ടേഴ്സ് ആണ്. ഈ കോസറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫുഡാകാം, ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ആകാം. ചില ആൾക്കാർ ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പിക്കിൾ കഴിക്കുന്ന ആൾക്കാർ കൂടുതൽ വരാം, അങ്ങനെയൊക്കെ വരാം. പിന്നെ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ, ഇത് നിർബന്ധമാണോ എന്ന് ചോദിക്കും. ക്യാൻസർ ലങ്ങിനകത്ത് ഈ സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു കാരണമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്മോക്കേഴ്സിനും ക്യാൻസർ ലങ് വരണമെന്നില്ല. 2, ഒരു കാരണവശാലും ഒരിക്കൽ പോലും സ്മോക്ക് ചെയ്യാത്ത ആൾക്കാർക്കും ക്യാൻസർ ലങ് വരാം. ഇതിന്റെ അർത്ഥം, ഇതിനകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങൾ 100 പേരെ എടുക്കുക, ക്യാൻസർ ലങ് ഉള്ളവരെ, ക്യാൻസർ ലങ് ഇല്ലാത്തവരെ 100 പേരെ എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സ്മോക്കേഴ്സ് ഗ്രൂപ്പിലാണെങ്കിൽ അതിനകത്ത് 50% പേർക്ക് ക്യാൻസർ ലങ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നോൺ സ്മോക്കേഴ്സ് ഗ്രൂപ്പിൽ 10% പേർക്ക് മാത്രമേ ക്യാൻസർ ലങ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ 40%-ത്തിനകത്തും ക്യാൻസർ വരാനുണ്ടായിരുന്ന ഒരു ഭാഗം
സ്മോക്കിംഗ് ആണ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ സ്മോക്ക് ചെയ്തുകൊണ്ട് മാത്രമാണത് വന്നതെന്നല്ല എൻ്റെ അർത്ഥം. സ്മോക്കിംഗ് ഒരു കാരണമാണ്. അതേപോലെ തന്നെ മുറുക്കാൻ ചവയ്ക്കുന്നു, അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കുന്നു. പല ഓർഗൻസിന്റെയും ക്യാൻസറിന് ഇത് ബാധകമാകാം. എല്ലാം മുറുക്കാൻ കഴിക്കുന്നവർക്ക് പറ്റില്ല. പക്ഷെ വാട്ട് എവർ പ്രിവെന്റബിൾ കോസ് ദാറ്റ് വി ഹാവ്, വി ക്യാൻ റിമൂവ് ദാറ്റ്. സോ കാരണങ്ങൾ പലതുണ്ട്. ഒരൊറ്റ കാരണമാണ് ഇതിനുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ചികിത്സ വളരെ എളുപ്പമായതിനെ ആ കാരണത്തിന് നമ്മൾ കളഞ്ഞാൽ മതി. ഇപ്പൊ മലേറിയ വരുന്നു, മലേറിയക്ക് ഒറ്റ കാരണമേ ഉള്ളൂ, മലേറിയൽ പാരസൈറ്റ്. അപ്പൊ അതിന് നേരെ നിങ്ങൾ ചികിത്സ കൊടുക്കുക. ടൈഫോയിഡ് ഒറ്റ കാര്യമേ ഉള്ളൂ, സാൽമണല്ല ടൈഫി, അത് വരുന്നു, അതിന് ചികിത്സ കൊടുക്കുക, മാറും. എന്നാൽ ക്യാൻസറിന്റെ സ്ഥിതി അങ്ങനെയല്ല. ക്യാൻസറിന് അനേകായിരം കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഏതാണ് നിങ്ങളുടെ മുന്നിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, പ്രിവെന്റബിൾ എല്ലാം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. യെസ് പ്ലീസ്. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൂർദിലേക്ക് സ്വാഗതം. ഹലോ. ഞാൻ പാലാരിട്ടത്ത് നിന്ന് വിളിക്കുന്നത്. ഓക്കെ. അമ്മക്ക് ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഒരു ബ്രസ്റ്റിൽ ചെറിയൊരു മുഴയുണ്ടായിരുന്നു. ഹലോ. ഓക്കെ, കേൾക്കുന്നുണ്ട് സർ, പറഞ്ഞോളൂ. ബ്രസ്റ്റിൽ ഒരു ചെറിയൊരു മുഴയുണ്ടായിരുന്നു. അപ്പൊ അത് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ മാമോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു മുഴയായിരുന്നു. അപ്പൊ അത് ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഒന്നും കൂടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോ ഒന്നും കൂടെ സ്കാൻ ചെയ്തു. അപ്പൊ വളർച്ച ഉണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് വളർച്ച ഉണ്ടായിരുന്നില്ല. അപ്പോ ഇൻ ഫ്യൂച്ചറിൽ ഇനിയിപ്പോ അതിന് കുറച്ച് മരുന്ന് തന്നു. ഇൻ ഫ്യൂച്ചറിൽ ഇനിയിപ്പോ അതെങ്ങനെയായിരിക്കും, അത് എന്തെങ്കിലും ഡൈവേർട്ട് ചെയ്ത് അങ്ങനെ ഈ മാമോഗ്രാം ചെയ്തത് കൊണ്ട് മാത്രം അതിനകത്ത് ഇപ്പൊ മാമോഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിസ്റ്റം ഓഫ് റിപ്പോർട്ടിംഗ് ഇപ്പോൾ ഉണ്ട്. ബിറാഡ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് റിപ്പോർട്ടിംഗ് ഉണ്ട്, ബിറാഡ്സ് ഗ്രേഡിംഗ് സിസ്റ്റം. നിങ്ങളുടെ ഇതിനകത്ത് മാമോഗ്രാമിനകത്ത് ഏത് ലെവലിലാണെന്ന് എനിക്കറിയത്തില്ല. അതൊരു പിക്ചർ എടുത്ത് ഒരു ഷാഡോ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നു. അത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്കറിയത്തില്ല. റേഡിയോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ പ്രകാരം ക്യാൻസർ അല്ലായിരിക്കാം, അതിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ ടു കൺക്ലൂഡ് ദാറ്റ് ദർ ഇസ് നോ ക്യാൻസർ, യു നീഡ് ടു കമ്പൈൻ ദാറ്റ് വിത്ത് എ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി. കാരണം നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഷാഡോ മെലിഗ്നന്റ് ആകത്തില്ല എന്ന് നമുക്ക് 100% പറയാൻ പറ്റത്തില്ല. സോ ടു കംപ്ലീറ്റ് ദാറ്റ് യു നീഡ് ടു ഗെറ്റ് എ FNAC. അതിനും ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു മാറിലെ മുഴ ഇന്നത്തെ കാലത്ത് പലപ്പോഴും നിങ്ങൾ പലപ്പോഴും സർജനെ കാണിക്കാറില്ല. പലപ്പോഴും ഗൈനക്കോളജിസ്റ്റിനെ ആയിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും, ഫാമിലി ഫിസിഷ്യനെ ആയിരിക്കും കാണിക്കുന്നത്. പ്ലീസ് ഷോ ഇറ്റ് ടു എ സർജൻ, ലെറ്റ് ഹിം എക്സാമിൻ. വളരെ പരിശോധിച്ചിട്ട് മാമോഗ്രാമിൽ ഒട്ടും സംശയമില്ലാത്താണെങ്കിൽ അവർ ചിലപ്പം വെറുതെ വിടും. മാമോഗ്രാമിൽ എന്തെങ്കിലും സംശയങ്ങൾ ക്ലിനിക്കലായിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ FNAC എടുത്ത് സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടത് ചെയ്യണം. എഗെയിൻ ഞാൻ പറഞ്ഞോട്ടെ, ഈ സ്പെസിഫിക് ക്യാൻസേഴ്സിനെ പറ്റി ഞാൻ അടുത്ത വേറെ സെഷനിൽ ഞാൻ ഡീൽ ചെയ്യുന്നതാണ്. ഇത് നമ്മളൊരു ബ്രോഡായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ ദ കോൾ. അത് നിങ്ങളൊരു ദയവ് ചെയ്തൊരു സർജനെ ഞാൻ പറഞ്ഞല്ലോ, ദയവ് ചെയ്തൊരു സർജനെ കാണിക്കുക. ലെറ്റ് ദ സർജൻ ഡിസൈഡ് വാട്ട് ഇസ് ദ ബെസ്റ്റ് ഫോർ യുവർ മദർ. ഞാൻ ഒരു വിവരവും ഇല്ലാതെ, ഒരു കാരണവും കാണാതെ, നിങ്ങളുടെ റിപ്പോർട്ട് എന്തുവാന്നും അറിയാതെ ഒരു എക്സ്റേയിൽ ഒരു ഫൈൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഇതിനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നും ചെയ്യണ്ടെന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സർജനെ നിങ്ങൾ കാണിക്കുക. കാണിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യുക. ഞാൻ പറയുകയാണ്, ഈ സ്പെസിഫിക് ക്യാൻസേഴ്സിനെ പറ്റി നമ്മൾ വീണ്ടും സംസാരിക്കുന്നതാണ്. ലെറ്റ് മീ ഹാവ് എ ഓവറോൾ ഐഡിയ അബൌട്ട് ദ ക്യാൻസേഴ്സ്. ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്. നമ്മൾ ഈ പറയുന്ന ക്യാൻസർ എന്ന് പറയുന്ന സമയത്തേക്ക് നമ്മൾ പറഞ്ഞു നിർത്തിയത് പല കാരണങ്ങൾ കൊണ്ട് ഇതുണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും ഓപ്പറേഷനിലായിരിക്കത്തില്ല. സേ ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ 2 പേര് ക്യാൻസർ ബ്രസ്റ്റിനെ പറ്റി ചോദിച്ചുകൊണ്ട് പറയുകയാണ്. ക്യാൻസർ ബ്രസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി കാരണം ഏർലി മെനാർക്കി, അതായത് പീരീഡ്സ് വളരെ നേരത്തെ സെറ്റിൻ ചെയ്യുന്ന കുട്ടികൾ. നമ്മുടെ ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് ഇന്ന് പെണ്ണുങ്ങളിൽ വരുന്നത് 12 വയസ്സിലാണ്. ഈ 12 വയസ്സിന് മുമ്പേ പീരീഡ്സ് വരുന്ന പെൺകുട്ടികളുണ്ട്. 10 വയസ്സിലും 8 വയസ്സിലും ഒക്കെ പീരീഡ്സ് ആവുന്ന കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കമ്പയർഡ് ടു ദോസ് ഹു അറ്റൈൻ മെനാർക്കി അറ്റ് ദ ഏജ് ഓഫ് 12. സിമിലർലി ഏജ് അറ്റ് ഫസ്റ്റ് ചൈൽഡ് ബർത്ത്, 30 വയസ്സിന് ശേഷമാണ് ആദ്യത്തെ കുട്ടി ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ക്യാൻസർ ബ്രസ്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കമ്പയർഡ് ടു
30 വയസ്സിന് മുമ്പ് പ്രസവിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് വരുന്ന ഇതിനേക്കാൾ സാധ്യത കൂടുതലാണ് 30 വയസ്സിന് ശേഷമാണ് ആദ്യത്തെ കുട്ടി ഉണ്ടായതെന്നുണ്ടെങ്കിൽ. പാല് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള മദേഴ്സിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത പാല് കൊടുക്കാത്ത മദേഴ്സിൽ വരുന്നതിനേക്കാൾ കുറവാണ്. നൺസിൽ അതുകൊണ്ട് അവർ ഗർഭിണികളുമാകുന്നില്ല, പാല് ഊട്ടുന്നതും ഇല്ലാത്തത് കൊണ്ട് കന്യാസ്ത്രീകളിൽ ബ്രസ്റ്റിന് ക്യാൻസർ വരാനുള്ള സാധ്യത ബാക്കിയുള്ള പോപ്പുലേഷനേക്കാൾ കൂടുതലാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ മെനാർക്കി, നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത് നമ്മൾ ആർത്തവം നിൽക്കുന്ന അവസരം. ലോകത്തില് ആവറേജ് ഏജ് ഗ്രൂപ്പ് ആർത്തവം നിൽക്കുന്നത് 55 വയസ്സിലാണ്. എന്നാൽ ഇന്ത്യൻ വുമണിൽ 48 വയസ്സിലാണ്. ഇപ്പൊ 55 വയസ്സിൽ കൂടുതൽ മെൻസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് മോർബിഡ് ഒബീസിറ്റി, വളരെ തടിയുള്ള സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇതെല്ലാം ഒരു സ്ത്രീയിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ഇൻഫ്ലുവൻസസ് ആണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാൻ വേണ്ടി. സോ ഇതിലേതെങ്കിലും ഒരു കാര്യം മാത്രമാണോ? അല്ല, പല കാര്യങ്ങൾ കൂടെ അതിനകത്ത് ചേർന്ന് വരാം. സോ കാരണങ്ങൾ പലതാണ്. ആ പർട്ടിക്കുലർ പേഴ്സണിൽ എന്തെങ്കിലും ഓവർ എംഫസൈസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാരണങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് അത് വരാനുള്ള സാധ്യത കുറവാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സ്മോക്കിംഗ് കൊണ്ടൊരു ക്യാൻസർ വരും എന്ന് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. വെറ്റല ചമച്ചുകൊണ്ടിരിച്ചിട്ട് ഓറൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അത് മാറ്റണം. സോ ഇതൊന്നും ഒറ്റ ഫാക്ടർ മാത്രമല്ല, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഇതാണ് ഈ ക്യാൻസറിന്റെ ഒരു എറ്റിയോളജി, അതായത് അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങളെ പറ്റി പറയാൻ വേണ്ടിയുള്ളത്. ഇനി നമുക്ക് ക്യാൻസർ എങ്ങനെ ചികിത്സിക്കാമെന്നും കൂടെ അറിഞ്ഞിരിക്കണം. ചികിത്സയിലാണ് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ളത്. കാരണം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റേജ് ഓഫ് ദ ഡിസീസ്. അപ്പം നിങ്ങൾ ഏർലി ആയിട്ട് ഏത് സ്റ്റേജിൽ ഡിസീസ് കണ്ടുപിടിച്ചാലും നിങ്ങൾക്കത് ട്രീറ്റ് ചെയ്ത് സുഖമാക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. എന്താണ് നമ്മൾ എയിം ചെയ്യുന്നത്? ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് നമ്മൾ എന്താണ് എയിം ചെയ്തത്? ഒന്ന്, എപ്പോഴും നമ്മുടെ എയിം ഒരു ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ചില സമയത്തേക്ക് നമുക്ക് പേഷ്യന്റ് അത് ക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം പേഷ്യന്റ് സഫീഷ്യന്റ്ലി ലേറ്റ് ആയിട്ടാണ് നമ്മുടെ അടുക്ക വരുന്നത്. അപ്പൊ നമുക്കത് ക്യൂർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ മാറുക, ക്യാൻസർ ഫ്രീ സർവൈവൽ കൂട്ടുക. അതായത് നിങ്ങളൊരു പുരുഷനെയോ സ്ത്രീയോ കണ്ടു, നിങ്ങൾക്ക് ഇന്നൊരു ക്യാൻസർ ഉണ്ട്. ഇഫ് യു ആർ ഏബിൾ ടു മേക്ക് ഹിം സർവൈവ് വിതൗട്ട് ക്യാൻസർ ഫോർ 20 years, 20 കൊല്ലം ആ ആളിനെ നിങ്ങൾക്ക് ക്യാൻസർ ഇല്ലാതെ ഇരുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ 20 പ്രൊഡക്റ്റീവ് ഇയേഴ്സ് നിങ്ങൾക്ക് ആ മനുഷ്യന്റെ ജീവിതത്തിൽ കൂട്ടിക്കൊടുക്കാൻ പറ്റി. സോ ദാറ്റ് ഈസ് യുവർ സെക്കൻഡ് എയിം ഈസ് ഡിസീസ് ഫ്രീ സർവൈവൽ, ഇംപ്രൂവ് ദ ഡിസീസ് ഫ്രീ സർവൈവൽ. 3, ചിലപ്പോൾ നിങ്ങൾക്ക് കെയർ കൊടുക്കാൻ പറ്റത്തില്ല, ഡിസീസ് ഫ്രീ സർവൈവൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഒരു മനുഷ്യൻ ജീവിക്കുന്നതിന് അവൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് എഴുന്നേറ്റ് നടക്കാൻ പറ്റണം, സ്വയമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റണം, സ്വയമായിട്ട് സ്വന്തം കാര്യങ്ങൾ നടത്താൻ പറ്റണം. അങ്ങനെ ഒരു ക്വാളിറ്റിയിലേക്ക് അവനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി യുവർ എയിം. സുഖപ്പെടുത്താൻ പറ്റത്തില്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല, ക്യാൻസർ ഫ്രീ സർവൈവൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ ആ ഉള്ള സമയത്തേക്കുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. 4-മത്തെയും മേ ബി പാലിയേഷൻ. ഒരു മനുഷ്യന് ഭയങ്കരമായിട്ട് വേദന എടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല, നാറ്റം അനുഭവിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വ്രണത്തിൽ നിന്ന് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് മാത്രമല്ല, നമ്മൾ ആ സഫറിങ് കൊടുക്കാൻ വേണ്ടി കുറയ്ക്കാനും നമുക്ക് തയ്യാറാവണം. സോ ദീസ് ആർ ദി എയിംസ് ഓഫ് യുവർ ട്രീറ്റ്മെന്റ്. ക്യൂർ ദ ഡിസീസ്, ഇഫ് നോട്ട് ഏബിൾ ടു ക്യൂർ ദ ഡിസീസ് ഫ്രീ സർവൈവൽ, ഇല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ കൊടുക്കുക. ഇങ്ങനെ ഏത് വിധത്തിലാണെങ്കിലും ഈ മനുഷ്യനെ നമുക്ക് ആ സ്റ്റേജ് അനുസരിച്ച് നമുക്ക് സഹായിക്കാൻ പറ്റും. അതാണ് എയിം ഓഫ് യുവർ ട്രീറ്റ്മെന്റ്. സർ, നമ്മളുടെ ഏകദേശം സമയം കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. സർ, നമ്മൾക്കിപ്പോൾ ക്യാൻസറിനെ കുറിച്ച് ലക്ഷണങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു, ട്രീറ്റ്മെന്റ് മെത്തേഡ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. സർ, നമ്മളുടെ ക്യാൻസർ സർജറിയെ കുറിച്ച് ഏതൊക്കെ അവസരങ്ങളിലാണ് നമുക്കൊരു സർജറി ആവശ്യമായിട്ട്? ക്യാൻസർ സർജറിയെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് രീതികളെ പറ്റിയാണ് പറയാനുള്ളത്. നമുക്ക് ബേസിക് ആയിട്ട് 3 തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 1 സർജറി, 2 റേഡിയേഷൻ, 3 കീമോതെറാപ്പി. ഇതിനെപ്പറ്റിയൊക്കെ വളരെ
വളരെ എന്താണ് കൺഫ്യൂസിങ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഓൾ സോളിഡ് ഓർഗൻ മെലിഗ്നൻസീസ്, ശരീരത്തിലുള്ള ലിംഫോമ അല്ലെങ്കിൽ അതായത് ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ പോലെയുള്ള ലിംഫോമ, ഇതൊഴിച്ച് ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന സോളിഡ് ഓർഗൻ മെലിഗ്നൻസിയുടെ ഓൺലി ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ് ഈസ് സർജറി. Only curative treatment is surgery. If it is not curative, surgery still plays a role. ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും സർജറി പ്ലേസ് എ റോൾ. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സർജറി എന്ന് പറയുന്ന സമയത്തേക്ക് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അതിൻ്റെ പാർശ്വഫലങ്ങൾ, അതിൻ്റെ അർത്ഥം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പെയിൻഫുൾ പ്രോസസ്സാണ്, ഒരു ഡിസ്ഫിഗറിങ് പ്രോസസ്സാണ്, ഒരുപാട് പൈസ ചിലവാകുന്ന ഒരു പ്രോസസ്സാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ ധാരണകളുണ്ട്. ഇന്ന് മോഡേൺ അനസ്തീഷ്യ കൊണ്ട് ഒരു മനുഷ്യനും ഒരു പെയിനും അനുഭവിക്കേണ്ട ആവശ്യം വരുന്നില്ല. പെയിൻ ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇസ് കൺട്രോൾഡ്, ലോങ് ടേം പെയിൻ ഇസ് കൺട്രോൾഡ്, ഈവൻ പാലിയേറ്റീവ് പെയിൻ ഇസ് കൺട്രോൾഡ്. പാലിയേറ്റീവ് കെയറിൽ നല്ലൊരു ശതമാനവും പെയിൻ റിലീഫാണ് നടത്തുന്നത്. സോ പെയിൻ റിലീഫ് ഈസ് ഓൺ വൺ സൈഡ്. ഈ ശരീരത്തിന്റെ ഡിസ്ഫിഗർമെന്റ് എന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇന്ന് നിങ്ങൾക്ക് ടിഷ്യൂ റീകൺസ്ട്രക്ഷൻ ടെക്നീക്സ് ഉണ്ട്. 90% ആൾക്കാർക്ക് നിങ്ങൾക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ പൈസ, ഇറ്റ്സ് എ വൺ ടൈം ട്രീറ്റ്മെന്റ് ആൻഡ് വേരിയസ് ലെവൽസ് ഓഫ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ. എല്ലാ സ്ഥലത്തും ഒരേ ചാർജ് അല്ല ട്രീറ്റ്മെന്റിനുള്ളത്. കേരളത്തിൽ അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കോസ്റ്റ് ഇല്ല. സോ ഇതെല്ലാം തന്നെയും പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പലപ്പോഴും സംഭവിക്കുന്നത് ഈ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെന്റിലേക്ക് പേഷ്യന്റ് പോകുന്നു. ആ ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെന്റിൽ പോകുമ്പോൾ പേഷ്യന്റ് ഉണ്ടാവുന്നത് പലപ്പോഴും ഡിസീസ് ഗെറ്റ്സ് അഡ്വാൻസ്ഡ്. ആ അഡ്വാൻസ്ഡ് ഡിസീസായി പിന്നെ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണം അതൊരിക്കലും ക്യൂറേറ്റീവ് ആയിരിക്കത്തില്ല. ആ സമയം കഴിഞ്ഞു പോയി, സ്റ്റേജ് അഡ്വാൻസ് ചെയ്തു പോയി. അപ്പം ഈ ട്രീറ്റ്മെന്റുകളെല്ലാം തന്നെ എടുക്കേണ്ടത് അതിൻ്റെ കറക്റ്റ് ടൈമിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. സോ നമുക്ക് മേജറായിട്ടുള്ള 3 ട്രീറ്റ്മെന്റ് പ്രോസസ്സിനകത്ത് ഞാൻ വൺസ് അഗൈൻ മേക്ക് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് സോളിഡ് ഓർഗൻ മെലിഗ്നൻസി, every single human body, solid organ malignancy, you require a surgery as a curative. ബ്രെയിൻ ട്യൂമർ എടുക്കുക, പ്രൈമറി ട്രീറ്റ്മെന്റ് എന്താണ്? സർജറിയാണ്. ബ്രെയിൻ ട്യൂമർ എടുത്തു കളയണം. തൈറോയിഡിലെ ട്രീറ്റ്മെന്റ് എന്താണ്? എടുത്തു കളയണം. മാറിലെ ട്രീറ്റ്മെന്റ് എന്താണ്? അത് സം ഫോം ഓഫ് സർജറി. കുടലിലെ ട്രീറ്റ്മെന്റ് എന്താണ്? അത് എടുത്തു കളയണം. കരളിലെ ട്രീറ്റ്മെന്റ് എന്താണ്? അത് എടുത്തു കളയണം. കയ്യിലെ സോഫ്റ്റ് ടിഷ്യൂ സർക്കോമ വന്നാൽ അത് എന്ത് ചെയ്യണം? അതും എടുത്തു കളയണം. ലങ്സിൽ മെലിഗ്നൻസി വന്നാൽ അത് എടുത്തു കളയണം. തൊണ്ടയിൽ മെലിഗ്നൻസി വന്നാൽ അത് എടുത്തു കളയണം. നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരാം. ഒന്ന്, നിങ്ങൾക്ക് എടുത്തു കളയാവുന്ന ഒരു സാഹചര്യം വരാം. എടുത്തു കളയാവുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് പടർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും എടുത്തു കളഞ്ഞതിന് ശേഷം ഫർദറായിട്ട് ക്യാൻസർ വരാതിരിക്കാനോ അല്ലെങ്കിൽ ക്യാൻസർ സെൽസ് വേറെ എവിടെയെങ്കിലും പടർന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സെൽസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 2 മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാം. റേഡിയോതെറാപ്പി ഉപയോഗിക്കാം, കീമോതെറാപ്പി ഉപയോഗിക്കാം. കീമോതെറാപ്പി പടർന്നുപോയ സെല്ലിനെ പിടിക്കുന്നതിനും റേഡിയോതെറാപ്പി ലോക്കലായിട്ട് മൈക്രോസ്കോപ്പിക് ആയിട്ട് ലെഫ്റ്റ് ഓവർ ഡിസീസിന്, അതായത് ഒരു മാറ് നിങ്ങൾ എടുത്തു കളയുന്നു അല്ലെങ്കിൽ മാറവിടെ വെച്ചുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്നു. മാറവിടെ വെച്ചുകൊണ്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് 100% റിമൈനിങ് ബ്രസ്റ്റിലും നിങ്ങൾക്ക് റേഡിയേഷൻ കൊടുക്കണം. എന്നാലേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അത് വരാതിരിക്കുകയുള്ളൂ. സോ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് അവിടെ വെച്ചിട്ട് സർജറി ചെയ്യുന്ന സ്ത്രീകൾക്ക് നിങ്ങൾ റേഡിയേഷൻ കൊടുത്തിരിക്കണം. ബ്രസ്റ്റ് എടുത്തു കളയുകയാണെങ്കിൽ റേഡിയേഷൻ കൊടുക്കണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത് പ്രൈമറി ട്യൂമറിന്റെ സൈസ്, നോഡൽ ഡിസീസിന്റെ സൈസ്, അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. ഇപ്പം സ്റ്റേജ് 1 and 2-ലാണെന്നുണ്ടെങ്കിൽ റോൾ ഓഫ് റേഡിയോതെറാപ്പി എന്ന് പറയുന്നത് വളരെ മൈനറാണ്. കീമോതെറാപ്പി ശരീരത്തിൽ ഈ ലോർഗൻ കൺഫൈൻ ഡിസീസിൽ നിന്ന് വെളിയിലേക്ക് ട്യൂമർ പോയിട്ടുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾ കീമോതെറാപ്പി സർജറിക്ക് ശേഷം കൊടുത്തിരിക്കണം. ഇനി കീമോതെറാപ്പി എവിടെയാണ് നിങ്ങൾ സർജറിക്ക് മുമ്പേ കൊടുക്കേണ്ടത്? പലരും ഇന്ന് കീമോതെറാപ്പി ആദ്യം എടുക്കുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ട്യൂമർ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ വലുതാക്കി. ട്യൂമർ വലുതാക്കി കഴിഞ്ഞാൽ യു നീഡ് ടു ഡൗൺ സ്റ്റേജ് ദ ഡിസീസ്.
അതിനെ ശ്രിങ്ക് ചെയ്യിക്കണം. നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു പരുവത്തിലാക്കി എടുക്കണം. സേ ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസറിനകത്താണെങ്കിൽ നിങ്ങൾക്ക് ട്യൂമർ വളരെയധികം വലുത് പോയി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യുന്നതല്ല അതിൻ്റെ ട്രീറ്റ്മെന്റ്. ആദ്യമേ കീമോതെറാപ്പി കൊടുത്ത് ഡൗൺ സ്റ്റേജ് ചെയ്തിട്ട് അതിനെ സർജറി ചെയ്യുക, ഫോളോഡ് ബൈ റേഡിയേഷൻ. അതുപോലെ ഹെഡ് ആൻഡ് നെക്ക് മെലിഗ്നൻസി ആണെങ്കിൽ നിങ്ങൾക്ക് അത് കീമോതെറാപ്പി കീമോ റേഡിയേഷൻ കൊടുത്ത് കുറച്ചതിന് ശേഷം അതിനെ ട്രീറ്റ് ചെയ്യുക. ലിവറിൽ കോളനിൽ നിന്നൊക്കെ, അതായത് വൻകുടലിൽ നിന്ന് പടർന്ന് ലിവറിൽ വന്നിട്ടുള്ള ലീഷൻസ് കാണും. അതിനെ നിങ്ങൾക്ക് കീമോതെറാപ്പി ആദ്യം കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. ബട്ട് ബൈ ആൻഡ് ലാർജ് ക്യൂറേറ്റീവ്, അതായത് അസുഖം ഭേദപ്പെടുത്തുന്നതിനുള്ള മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും 90% സിറ്റുവേഷനിലും അത് സർജറി ആയിരിക്കും. അതിൻ്റെ നല്ല ഗുണങ്ങൾ കൺസോളിഡേറ്റ് ചെയ്യുന്നതിനാണ് അഡ്ജുവൻ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത്. അത് റേഡിയോതെറാപ്പി ആകാം, കീമോതെറാപ്പി ആകാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീമോതെറാപ്പി ആദ്യം കൊടുക്കുന്ന അവസരങ്ങളുണ്ട്, അതില്ല എന്നല്ല പറയുന്നത്. അത് കുറച്ചുകൂടെ വലിയൊരു ട്യൂമേഴ്സിനെ ഓപ്പറബിൾ ആക്കി എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളത് കൊടുക്കുന്നത്. ഇനി ഇതിന് പുറമെ നമുക്ക് ഹോർമോണൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, നമുക്ക് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് വെച്ചുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, വേറെ ചില ആൻജിയോജനസിസ് ഇൻഹിബിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചുള്ള ചികിത്സയുണ്ട്. സോ ഒരു പേഷ്യന്റിന് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം അത് ഒരു പല മേജർ ആശുപത്രികളിലും ഇന്ന് നടക്കുന്നത് ഒരു ട്യൂമർ ബോർഡ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി. അപ്പം ഞാനൊരു സർജൻ ആകുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു സർജറി ചെയ്യുന്നതിനോടൊരു പ്രതിപത്തി കൂടുതൽ കാണാം, ഒരു ബയാസ് കാണാം. പക്ഷെ അത് ചിലപ്പോൾ ശരിയായിട്ടുള്ള ഒരു സാധനമായിരിക്കുന്നില്ല. സോ അപ്പം നമ്മളിതൊരു 4-5 പേര് ചേർന്ന ഒരു ഡോക്ടർമാരുടെ ഒരു കമ്മിറ്റി ചേർന്നിട്ട് ഈ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ പ്രസന്റ് ചെയ്ത് ആ കമ്മിറ്റിയിൽ വെച്ചിട്ട് നമ്മളൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ രൂപീകരിക്കും. ഇന്ന സമയത്തേക്ക് ഇന്നത് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഇന്നത് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നു. സോ അതാണ് മൾട്ടി ഡിസിപ്ലിനറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ക്യാൻസർ ട്രീറ്റ്മെന്റിനെ പറ്റിയുള്ള ജനറലായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക്. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ സമയം ഇവിടെ തീരുകയാണ്. നമ്മൾ ക്യാൻസർ രോഗലക്ഷണങ്ങൾ, ട്രീറ്റ്മെന്റ് മെത്തേഡ്സ്, ഇനിയും നമ്മൾക്ക് ഒട്ടേറെ സംശയങ്ങൾ ക്യാൻസർ രോഗത്തെക്കുറിച്ച് ഇനിയും ബാക്കി നിൽക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും തിരികെ വരാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു, നന്ദി, നമസ്കാരം. Hey, why don't you go to Kerala? You will definitely get a good treatment there. Don't worry, everything will be all right. You search for a best hospital you can trust. Five decades ago, the Lourdes Hospital was established to provide medical treatment to patients in the nearby islands. It was a time when the islanders had been waiting for hours to reach the city hospitals. Carry medicine to these remote places. Indeed, it is a mission than a passion to these beloved clergy. That mission has become a great movement. Lourdes Hospital. The sight of white cassocks itself was comforting. They realized, catch them young. A healthy nation needs a new generation immune from diseases. With the addition of various super specialty departments and services combined with some of the most advanced medical technology, Lourdes Hospital has over the decades emerged as the leading private healthcare provider in Kochi and in Kerala.
You search for. Your attention.